ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് നമ്മളോടൊപ്പം ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദി പങ്കിടുന്നു പ്രസിഡന്റ് ശ്രീ CJ ആൻഡോ, ശ്രീ ബാബു, PG ബ്രിജേഷ്, ശ്രീമതി രമ രാമചന്ദ്രൻ, ശ്രീമതി വാസന്തി ശ്രീധരൻ. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ഗ്രാമവിശേഷങ്ങൾ ചോദിക്കാൻ പ്രസിഡന്റിലേക്ക്. സർ, വെൽക്കം. കൈപ്പറമ്പിന് കുട്ടി വാക്കുകളിൽ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. എങ്ങനെ? കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂർ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ വടക്കോട്ട് മാറി തൃശ്ശൂർ ഗുരുവായൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്പോർട്സ് ഗ്രാമപഞ്ചായത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. കഥകളിയെ തൊട്ടറിഞ്ഞ ഗോപി ആശാനും ഇപ്പോഴത്തെ പുതിയ സിനിമയിൽ യുവഗായകനായി വന്നിട്ടുള്ള മണികണ്ഠനും ഗജകേസരി പട്ടം നേടിയ തെച്ചുകോട്ടൂർ രാമചന്ദ്രൻ വസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. താങ്ക് യു സർ. നമുക്ക് ഗ്രാമക്കാഴ്ചകൾ കാണാം. തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പഞ്ചായത്ത് ഇടനാട് പ്രദേശമാണ്. സാക്ഷരത 100%. കൃഷിയും വ്യവസായവും പ്രധാന വരുമാന മാർഗം. പ്രധാനമായും വൈരക്കൽ സംസ്കരണ മേഖലയാണ് കൈപ്പറമ്പ്. മുംബൈയിൽ നിന്ന് വരുന്ന വൈരക്കല്ലുകൾ സംസ്കരിച്ച് തിരിച്ചയക്കുന്ന പല യൂണിറ്റുകളും ഇവിടെയുണ്ട്. ഒരു സമയത്ത് 20,000-ൽ പരം ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്ന ഈ മേഖല ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം മൂലം അല്പം പിന്നോക്കാവസ്ഥയിലാണ്. അയ്യൻകുന്ന് എന്ന സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ധാരാളം മയിലുകൾ ഉള്ള സ്ഥലമാണ് അയ്യൻകുന്ന്. തൃശൂർ ഭാഗത്തുള്ള സ്വർണ്ണപ്പണിക്കാരുടെ പണിസ്ഥലത്തെ മണ്ണ് ശേഖരിച്ച് അതരിച്ച് സ്വർണമെടുക്കുന്ന തമിഴന്മാരും കൈപ്പറമ്പിൽ ധാരാളമുണ്ട്. വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? നമുക്ക് വളരെ ചുരുക്കി പറയണം. നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് നമ്മുടെ വികസനത്തിന്റെ തലങ്ങളെന്ന്? സ്പോർട്സ് രംഗത്തെയാണ് നമ്മൾ കൂടുതലായിട്ട്, കായിക രംഗമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് പഞ്ചായത്ത് കണ്ടിട്ടുള്ളത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 10 വർഷമായി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്പോർട്സ് രംഗത്ത് വളരെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു ശ്രീശാന്തിനെയോ ഒരു PT ഉഷയോ ഒരു ഷൈനി വിൽസനെയോ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന്, എന്നാണെങ്കിലും അവരുടെ വികസന കാഴ്ചകളിലൂടെ. തട്ടേക്കാട് ദുരന്തത്തിന് ശേഷം എല്ലാ വിദ്യാലയങ്ങളിലും നീന്തൽ പരിശീലനം സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. ഈ ആശയം ആദ്യം പ്രാവർത്തികമാക്കിയ പഞ്ചായത്താണ് കൈപ്പറമ്പ്. കൈപ്പറമ്പ് പഞ്ചായത്തിലെ നീന്തൽ പരിശീലന കേന്ദ്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ 5ഓളം ബാച്ചുകൾ പരിശീലനം നേടി പുറത്തുപോയി കഴിഞ്ഞു. 40 കുട്ടികളാണ് ഒരു ബാച്ചിലുള്ളത്. നീന്തൽ ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി ഒരാവശ്യ പഠന വിഷയമാണ് എന്ന തിരിച്ചറിവാണ് പഞ്ചായത്തിനെ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഓരോ 15 ദിവസം കൂടുമ്പോഴും 40 പേർ ഇവിടെ നിന്ന് നീന്തൽ പരിശീലിച്ച് ഇറങ്ങുന്നു. നമുക്ക് ഈ പ്രോജക്റ്റിന്റെ കൺവീനറായ രാധാകൃഷ്ണൻ സാറിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഏകദേശം 2 വർഷം 2008 ജനുവരിയിലാണ് ഈ നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ആരംഭം കുറിച്ചത്. എന്താ ഇതൊരു മത്സരം എന്നതിനേക്കാൾ ഉപരി ഒട്ടേറെ ജലദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് കുട്ടികളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിലും ഉണ്ടാവണമെന്നുള്ള
വിശാലമായ ഒരു ലക്ഷ്യത്തോടെയാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്ക് രൂപം കുറിച്ചത്. ഏകദേശം 5 ബാച്ചിലെ കുട്ടികൾ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയും തൊട്ടടുത്ത ഏപ്രിൽ മാസം 1 തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിരന്തര സംവിധാനത്തോടുകൂടെ ഉള്ളൊരു പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 200-ലധികം കുട്ടികൾ പരിശീലനം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ മാത്രമല്ല, പഞ്ചായത്തിന് പുറത്തുള്ള ഒട്ടേറെ കുട്ടികൾ ഈ സംരംഭത്തിലൂടെ നീന്തൽ പരിശീലിച്ചവരാണ്. കുട്ടികൾ എന്നതിനേക്കാൾ അവർ മുതിർന്ന ആളുകളും 40 വയസ്സിനേക്കാളൊക്കെ പ്രായമുള്ള ആളുകൾ പോലും ഈ കുളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പോലും നീന്തൽ പരിശീലിച്ച് പോയവരുണ്ട്. അപ്പോൾ അങ്ങനെ സമൂഹത്തിന് മുഴുവൻ ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമായി ഇത് മാറിക്കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലക്ഷ്യം ഇത് കാണുകയും സമൂഹം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൈപ്പറമ്പ് പഞ്ചായത്തുകാർക്ക് സ്പോർട്സ് ഒരു ഹരമാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് അറിയപ്പെടുന്നത് സ്പോർട്സ് പഞ്ചായത്ത് എന്നാണ്. 35 വർഷം മുന്നേ തന്നെ ഈ പഞ്ചായത്തിൽ ധാരാളം ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് കായിക പ്രവർത്തനങ്ങളാണ്. പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. 6.5 ഏക്കറാണ് ഇതിന്റെ വിസ്തൃതി. കായിക പരിശീലനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഫുട്ബോൾ ഗ്രൗണ്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലായി +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഫുട്ബോൾ പരിശീലനം. 200-ലധികം കുട്ടികൾ ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയിട്ടുണ്ട്. ൽ ഇവിടുത്തെ ഫുട്ബോൾ ക്യാമ്പിന് കേരള സ്പോർട്സ് കൗൺസിൽ റൂറൽ കോച്ചിങ് സെൻ്ററായിട്ട് ഉയർത്തി അതിലെ കോച്ചിന് കേരള സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്നു. ഇവിടുത്തെ ക്യാമ്പിലത്തെ കുട്ടികൾക്ക് കൈപ്പറമ്പ് പഞ്ചായത്താണ് അതിൻ്റെ മറ്റുള്ള കിറ്റുകളും മറ്റുള്ള സാമഗ്രികളും നൽകി വരുന്നത്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പോൾ കാര്യമായി സഹായിച്ചു വരുന്നു. ഏകദേശം 40 കുട്ടികളാണ് ഇപ്പോൾ ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നത്. അതിൽ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നു. ബാക്കി എല്ലാ ദിവസവും കാലത്ത് 6 മുതൽ 8:15 വരെ ഇവിടെ ക്യാമ്പ് നടത്തി വരുന്നു. മുൻ സന്തോഷ് ട്രോഫി താരമായിരുന്ന MK ദിലീപ് ഈ ക്യാമ്പിന്റെ സംഭാവനയാണ്. ഇപ്പോൾ മുംബൈ റെയിൽവേക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. 2004-ലെ കേരള ബെസ്റ്റ് സബ് ജൂനിയർ രഞ്ജിത്ത് AR ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടർ 21 വേണ്ടി കളിക്കുന്നു. കായിക പരിശീലന പദ്ധതികളിൽ വോളിബോൾ ട്രെയിനിംഗ് ആണ് മറ്റൊരിനം. കൈപ്പറമ്പിലെ ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂളാണ് ഈ പരിശീലനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1996 മുതൽ ഈ കോച്ചിംഗ് ക്യാമ്പ് നിലവിലുണ്ട്. രാവിലെ 6:30 മുതൽ 8:15 വരെയാണ് പരിശീലനം. അണ്ടർ 17 ദേശീയ താരങ്ങൾ ഉൾപ്പെടെ പല വിദ്യാർത്ഥികളും ഇവിടെ നിന്നും വോളിബോൾ എക്സ്പേർട്സായി പുറത്തുപോയിട്ടുണ്ട്. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വോളിബോൾ കോച്ചിങ് ക്യാമ്പ് ഇവിടെ 1996 മുതൽ നടന്നു വരുന്നു. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് വോളിബോൾ പ്ലേയേഴ്സിനെ നമ്മുടെ ഈ ക്യാമ്പിലൂടെ ഉണ്ടാക്കാനായി സാധിച്ചിട്ടുണ്ട്. എയർഫോഴ്സിലെ ഷെഫീഖ്, അജേഷ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളിക്കാരെ നമുക്ക് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറേ കാലങ്ങളായി നമ്മൾ കേരള സ്കൂൾസിൻ്റെ കാര്യത്തിൽ തന്നെ കേരള സ്കൂൾസിൻ്റെ ഒരു 35% പ്രാതിനിധ്യം നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളാണ്. കൊല്ലവും 4 നാഷണൽ താരങ്ങളെ നമുക്ക് ഈ ക്യാമ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായി സാധിച്ചു. അണ്ടർ 17-ൻ്റെ കാര്യത്തിലായാൽ, ജൂനിയറിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ അണ്ടർ 19-ൻ്റെ കാര്യത്തിലായാലും ഇതേപോലെ തന്നെ 2-3 റെപ്രസെൻറ്റേറ്റീവ് എല്ലാ കൊല്ലവും നമുക്ക് പതിവാണ്. എൻ്റെ പേര് അനന്തു. ഞാൻ തിരുവനന്തപുരത്ത് വട്ടപ്പാറയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ ആദ്യമായി വന്ന മിനി നാഷണൽ കോച്ചിങ് ക്യാമ്പിനാണ്. അവിടെ വെച്ച് ഇവിടെയുള്ള ചേട്ടന്മാരുടെ കോച്ചിങ് പെർഫോമൻസും സാറിൻ്റെ കോച്ചിങ് ക്യാമ്പും ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ 3 നാഷണൽസ് കളിച്ചു. ഒരെണ്ണം മിനി സബ് ജൂനിയർ, പിന്നെ മിനി ഗെയിംസ്. സംസ്ഥാന സ്കൂൾ ഗെയിംസ്